ഞാൻ അഖിൽ പി ധർമ്മജൻ്റെ ഓജോ ബോർഡ് എന്ന കഥ ഇന്ന് വായിച്ചു തീർത്തു. ഒരു 11 മണിക്ക് വായിച്ചു തുടങ്ങി, ഒരു 4 മണിക്ക് മുന്നേ വായിച്ചു തീർത്തു എന്നാണ് എൻ്റെ ഓർമ്മ. അതായത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പുസ്തക രൂപത്തിൽ ഇറക്കിയ ആദ്യത്തെ കഥയാണ് അദ്ദേഹത്തിൻ്റെ. ഫേസ്ബുക്കിൽ എഴുതുകയും പിന്നീട് വായനക്കാരുടെ ആവശ്യം മനസ്സിലാക്കി അവരുടെ പ്രോത്സാഹനം കൊണ്ട് പുസ്തക രൂപത്തിലാക്കുകയും ചെയ്ത ഒരു കഥയാണിത്. ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഓജോ ബോർഡ് എങ്ങനെയാണ് ഓജോ ബോർഡ് ഞാൻ പണ്ട് പഠിക്കുന്ന സമയത്ത് ഞങ്ങൾ സ്കൂളിലിരുന്ന് കൂട്ടുകാരോടൊത്ത് ഓജോ ബോർഡ് എന്താ പ്രേതത്തെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. എന്താണ് പ്രേത കഥകൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ പ്രേതം അതിനെക്കുറിച്ചൊക്കെ അറിയാൻ ശ്രമിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന ഒരു കാര്യമാണ്. വളരെ രസകരമായി അദ്ദേഹം ഇതിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത് താഴെ വയ്ക്കാനേ തോന്നില്ല. ഞാൻ ചോറ് കഴിക്കുന്ന സമയത്തും എല്ലാം എൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ച് വായിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷേ ഇതിൻ്റെ അവസാനം എനിക്ക് കുറച്ച് ഡ്രമാറ്റിക് ആയിട്ട് തോന്നി. അതായത് നാടകീയമായ കുറേ ഭാഗങ്ങളുണ്ടായി. നമ്മളൊരു സിനിമ കാണുകയാണെങ്കിൽ ഒരുപക്ഷെ നമുക്കത് ഇഷ്ടപ്പെടും. സിനിമയിൽ നമ്മൾ അത്തരം സീനുകൾ ഇഷ്ടപ്പെടും. പക്ഷേ ഒരു പുസ്തക രൂപത്തിൽ ഡ്രമാറ്റിക് ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വായിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണെന്ന് അറിയില്ല, എനിക്കതിലൊരു ചെറിയൊരു ഇത് തോന്നി. എങ്കിലും ഈ പുസ്തകം എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും വായിക്കാൻ ശ്രമിക്കുക.